ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്ക് ഇന്ന് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ EVSലെ വിങ്ഡ് ബഡീസ് എന്ന മൂന്നാമത്തെ യൂണിറ്റ് പരിചയപ്പെടാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. യൂണിറ്റിലേക്ക് പോകാം. യൂണിറ്റിന്റെ പേര് വിങ്ഡ് ബഡീസ് എന്ന് വെച്ചാൽ ചിറകുള്ള കൂട്ടുകാർ. ചിറകുകൾ ആർക്കാണുള്ളത്? ബേർഡ്സിനാണല്ലേ. അപ്പോൾ ബേർഡ്സിനെ കുറിച്ചുള്ള ഒരു യൂണിറ്റ് ആണ് ഇത്. The teacher started the class that day by playing a bird song. കുട്രു കുട്രു കുട്രു. കുട്രു എന്ന് പാട്ട് പാടുന്ന ഒരു പക്ഷിയുടെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ് ടീച്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഹാവ് യു ഹിയർഡ് ദിസ് ബേർഡ് സോങ്? ദി ടീച്ചർ ആസ്ക്ഡ്. ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ഈ പക്ഷിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? Can you identify the singing bird? Has anyone seen it? The class was silent. നിങ്ങൾ ആരെങ്കിലും ഈ പക്ഷിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനെ എന്ന് ടീച്ചർ ചോദിച്ചു. എന്താണ്? എല്ലാവരും സൈലന്റ് ആയിരുന്നു. ഇറ്റ്സ് നെയിം ഈസ് വൈറ്റ് ചീക്ഡ് ബാർബറ്റ്. ചിന്ന കുട്ടുറവൻ. അയാൻ സെഡ്. അപ്പോൾ അത് കേട്ടപ്പോൾ അയാൻ എന്ന പേരുള്ള ഒരു കുട്ടി പറഞ്ഞു, ഇതിന്റെ പേര് വൈറ്റ് ചീക്ഡ് ബാർബറ്റ് എന്നാണ്. മലയാളത്തിൽ ഇതിനെ ചിന്ന കുട്ടുറവൻ എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദിസ് സിംഗിങ് ബേർഡ്? അപ്പോൾ ടീച്ചർ അടുത്ത ചോദ്യം ചോദിച്ചു, ഈ പാട്ട് പാടുന്ന പക്ഷിയുടെ നിറം എന്താണ്? ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ടീച്ചർ. സൈറ റെസ്പോണ്ടഡ്. അപ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞത് സൈറയാണ്. ആ ഒരു പക്ഷിയുടെ നിറം എന്ന് പറയുന്നത് ഏതാണ്? പച്ചയാണ്. ദിസ് ബേർഡ് ഈസ് ആൾസോ കാൾഡ് പച്ചില കൊടുക്ക. ഈ ഒരു പക്ഷിയെ പച്ചില കൊടുക്ക എന്നും വിളിക്കും. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ കാളിംഗ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ദ ടീച്ചർ കണ്ടിന്യൂഡ്. ഈ ഒരു പക്ഷിയെ ഇങ്ങനെ വിളിക്കാൻ എന്തായിരിക്കും കാരണമെന്ന് ടീച്ചർ വീണ്ടും ചോദിച്ചു. There are many types of birds. Which are the birds present in your area? നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പക്ഷികളുണ്ട്. നിങ്ങളുടെ ഏരിയയിൽ കാണപ്പെടുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? How many of them are familiar to you and named known to you? Write them in my environmental science diary. കൂട്ടുകാർക്ക് അറിയാവുന്ന പക്ഷികളുടെ പേരുകൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ചില പക്ഷികളുടെ പേര് നോക്കാം. ക്രോ, parrot, eagle, peacock, crane, hen, duck, sparrow, etc. ഇതുകൂടാതെയും കൂട്ടുകാർക്ക് അറിയാവുന്ന ബേർഡ്സിന്റെ നെയിം എഴുതി ചേർക്കാം. അടുത്തൊരു ആക്ടിവിറ്റി, കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. ഐഡന്റിഫൈ ദ ബേർഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിലെ ബേർഡ്സുകളെ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് പേര് എഴുതുകയും അതുപോലെ അവയ്ക്ക് നിറം നൽകുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ബേർഡ്സിന്റെ നെയിംസ് ആയി നോക്കാം. ഫസ്റ്റ് ബേർഡ് ഏതാണ്? പാരറ്റ്. പാരറ്റിന്റെ നിറം ഗ്രീൻ. അപ്പോൾ കൂട്ടുകാരവിടെ നല്ല ഭംഗിയിൽ നിറം കൊടുക്കണേ. സെക്കൻഡ് ബേർഡ് ബുൾബുൾ. ബുൾബുൾ എന്നാണ് ആ ഒരു ബേർഡിന്റെ പേര്. തേർഡ് പിക്ചറിലുള്ളത് ആരാണ്? പീകോക്ക്. പീകോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ബേർഡ് കൂടിയാണ്. ഫോർത്ത് പിക്ചറിലുള്ള ബേർഡിന്റെ പേര് വുഡ് പെക്കർ, മരം കൊത്തി. ഇവയ്ക്കെല്ലാം നിറങ്ങൾ നൽകി കൂട്ടുകാർ ഭംഗിയാക്കാൻ മറക്കരുതേ. ഇൻ വാട്ട് വേസ് ടു ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ ഡിഫർ? ആ ഒരു തന്ന ചിത്രത്തിൽ നിന്നും പക്ഷികൾ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? കളർ ഓഫ് ദെയർ ഫെദേഴ്സ്. അവയുടെ തൂവലുകളുടെ നിറത്തിൽ വ്യത്യസ്തതയുണ്ട്. ഷേപ്പ് ഓഫ് ദി ബോഡി. അതുപോലെ ശരീരത്തിന്റെ ആകൃതിയിൽ വ്യത്യസ്തതയുണ്ട്. സൈസ് ഓഫ് ദി ബേർഡ്. പക്ഷിയുടെ വലുപ്പത്തിൽ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഷേപ്പ് ഓഫ് ദി ബീക്ക്. അതുപോലെ ഓരോ പക്ഷിക്കും പല തരത്തിലുള്ള ബീക്കാണ് ഉള്ളത്. ബീക്ക് എന്ന് വെച്ചാൽ കൊക്ക്. ഷേപ്പ് ഓഫ് ദി ടെയിൽ. അവയുടെ വാലിന് വ്യത്യസ്തമായ ഷേപ്പാണ് ഉള്ളത്. ഷേപ്പ് ഓഫ് ദി വിങ്സ്. അതുപോലെ ഓരോ പക്ഷികൾക്കും വ്യത്യസ്ത ഷേപ്പുള്ള ചിറകുകളാണ് ഉള്ളത്. ഇങ്ങനെ ഓരോ ബേർഡ്സും ഓരോ ഫീച്ചേഴ്സിനും വ്യത്യസ്തരാണ്. ലെറ്റ്സ് ക്ലാസിഫൈ ദം. Do all birds in your area have feathers of the same color? നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളുടെ തുവലുകളെല്ലാം ഒരേ നിറത്തിൽ തന്നെയാണോ കാണാറുള്ളത്? ശരീരമാകെ ഒരേ നിറമുള്ള തുവലുകളുള്ള പക്ഷികളെയും ഒരേ നിറത്തിലല്ലാത്ത പക്ഷികളെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. Haven't you seen birds with feathers of different colors? Name the birds that have differently colored feathers. Prepare a table. തൂവലുകൾക്ക് വ്യത്യസ്ത നിറമുള്ള പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ടേബിൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം.
ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓഫ് ദെയർ ബോഡി. ശരീരമാകെ ഒരേ നിറത്തിലുള്ള തൂവലുകളുള്ള പക്ഷികൾ ഏതൊക്കെയാണ്? ഇവിടെ ഒരു ക്രോന്റെ ചിത്രം തന്നിട്ടുണ്ട്. ക്രോന്റെ ശരീരമാകെ ബ്ലാക്ക് നിറമുള്ള തൂവലുകളാണല്ലേ ഉള്ളത്. അതുപോലുള്ള മറ്റു ബേർഡ്സ് ഏതൊക്കെയാണ്? ക്രെയിൻ, ക്രെയിൻ എന്ന് വെച്ചാൽ കൊറ്റി. സ്വാൻ, സ്വാൻ എന്ന് വെച്ചാൽ അരയന്നം. അതുപോലെ പാരറ്റ്. ഈ ബേർഡ്സിനെല്ലാം അവയുടെ ശരീരമാകെ ഒരേ നിറത്തിലുള്ള ഫെദേഴ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് കോളത്തിൽ നോക്കൂ. ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഓൺ ദെയർ ബോഡി. അതായത് ശരീരത്തിന്റെ നിറമല്ലാതെ വ്യത്യസ്ത നിറത്തിലുള്ള ഫെദേഴ്സ് ഉള്ള ബേർഡ്സ് ഏതൊക്കെയാണ്? ഇവിടെ പീകോക്കിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു പിക്ചറിൽ ശ്രദ്ധിച്ചു നോക്കൂ. പീകോക്കിന്റെ ശരീരം മുഴുവൻ ഒരു നിറമാണോ? അല്ല, വ്യത്യസ്ത നിറത്തിലുള്ള തൂവലുകളാണ് അവയ്ക്കുള്ളത്. അതുപോലുള്ള മറ്റു ബേർഡ്സ് ഏതൊക്കെയാണ്? ഈഗിൾ, കിങ്ഫിഷർ, ഡക്ക്. ഇവയ്ക്കൊക്കെ എന്താണ്? ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ നിറമുള്ള ഫെദേഴ്സ് ഉള്ള ബേർഡ്സ് ആണ്. വാട്ട് ആർ ദി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? പക്ഷികളിൽ കാണപ്പെടുന്ന പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദേ ഹാവ് ഫെദേഴ്സ്, വിങ്സ് ആൻഡ് ബീക്സ്. പക്ഷികൾക്ക് എന്താണ്? എല്ലാ പക്ഷികൾക്കും തൂവലുകളും ചിറകും കൊക്കുമുണ്ട്. ബേർഡ്സ് ലേ എഗ്സ്. അതുപോലെ പക്ഷികൾക്ക് മുട്ടയിടാനും കഴിയുന്നു. അതുപോലെ പക്ഷികൾക്ക് പറക്കാനുള്ള ഒരു കഴിവുമുണ്ട്. പക്ഷെ അതൊരു കോമൺ ഫീച്ചറായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? പറക്കാൻ കഴിയാത്ത പക്ഷികളുമുണ്ട്. ഒട്ടകപ്പക്ഷിയെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? ഒട്ടകപ്പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. അതിനാൽ പറക്കുന്നവയും പറക്കാത്തതുമായ പക്ഷികളും ഉണ്ട്. By observing our surroundings, we can also find birds with different characteristics. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ പലതരത്തിലുള്ള സവിശേഷതകളുള്ള പക്ഷിയെ നമുക്ക് കാണാൻ കഴിയും. Observe our surroundings and find out different characteristics of birds. അങ്ങനെ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച് പല പല സവിശേഷതകളുള്ള പക്ഷികളെ കണ്ടെത്തൂ. യൂസ് ബൈനോക്കുലേഴ്സ് ഇഫ് അവൈലബിൾ ടു ഒബ്സർവ് ബേർഡ്സ്. അതുപോലെ പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ ബൈനോക്കുലേഴ്സും, അതായത് നമുക്ക് ലഭ്യമാണെങ്കിൽ ബൈനോക്കുലേഴ്സും ഉപയോഗിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് തിങ്സ് ഷുഡ് ബി ഒബ്സർവ്ഡ്. നമ്മൾ പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. പ്ലേസ് വെർ ദി ബേർഡ് ഈസ് സീൻ. എവിടെയാണ് പക്ഷിയെ കണ്ട സ്ഥലം. ടൈം വെൻ ഇറ്റ് വാസ് സീൻ. എപ്പോഴാണ് കണ്ടത്. സൈസ്, അതായത് പക്ഷിയുടെ വലുപ്പം. കളർ, നെസ്റ്റ്, അതായത് അവയുടെ കൂട്. സൗണ്ട്, സൈസ് ഓഫ് ലെഗ്സ്, ലെങ്ത്, കളർ, നമ്പർ ഓഫ് ടോയ്സ്, സൈസ് ആൻഡ് കളർ ഓഫ് ഐസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദേഴ്സ്, സ്റ്റൈൽ ഓഫ് ഫ്ലൈയിങ്. ഒരു ബേർഡിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഒബ്സർവ് എനി ബേർഡ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് ഇറ്റ്, ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചർ ടു. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ഏതെങ്കിലും ഒരു പക്ഷിയുടെ സവിശേഷത ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആ ഒരു പക്ഷിയുടെ ചിത്രം വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ട്. ലുക്ക് അറ്റ് സൈറാസ് ഒബ്സർവേഷൻ നോട്ട്. അതുപോലെ ഒബ്സർവേഷൻ നോട്ടിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം. എങ്ങനെയാണ് ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കേണ്ടത് എന്നും ഒരു മോഡൽ തന്നിട്ടുണ്ട്. നോക്കൂ, ഒബ്സർവേഷൻ നോട്ട്. ഇതൊരു പാരറ്റിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻ നോട്ടാണ്. അതിൽ പാരറ്റിന്റെ ഒരു ചിത്രവും തന്നിട്ടുണ്ട്. നെയിം ഓഫ് ദി ബേർഡ് പാരറ്റ്. പ്ലേസ് വെർ ഇറ്റ് വാസ് സീൻ. എവിടെയാണ് ആ പക്ഷിയെ കണ്ടത്. ഫീൽഡ് ബണ്ട്, അതായത് വയൽവരമ്പിലാണ് കണ്ടത്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ. എപ്പോഴാണ് കണ്ടത്. ഈവനിങ്, വൈകുന്നേരത്ത്. കളർ ഗ്രീൻ. തത്തയുടെ കളർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ ആണ്. ഫീച്ചേഴ്സ് ഓഫ് ദി ബീക്ക്. അവയുടെ കൊക്കിന്റെ സവിശേഷത എന്താണ്? ഷാർപ്പ്, കർവ് ആൻഡ് റെഡ് ഇൻ കളർ. മൂർച്ചയേറിയതും വളഞ്ഞതും ചുവപ്പ് നിറത്തിലുള്ളതുമാണ്. ഫീച്ചേഴ്സ് ഓഫ് ദി ലെഗ്സ്. അതുപോലെ അവയുടെ കാലിന്റെ പ്രത്യേകതകൾ. ലെഗ്സ് യൂസ്ഡ് ടു ക്ലൈംബ് ട്രീസ് ആൻഡ് ഹോൾഡ് ഫുഡ് ഫേംലി. മരത്തിൽ കയറാനും ഭക്ഷണം മുറുകെ പിടിക്കാനും ഇവയുടെ കാലുകൾ സഹായിക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് ദി ടെയിൽ. വാലിന്റെ സവിശേഷത. ലോങ് ട്രയാങ്കുലാർ ടെയിൽ. നീളത്തിൽ ത്രികോണാകൃതിയിലുള്ള വാലാണ്. അതർ ഫീച്ചേഴ്സ്. മറ്റു സവിശേഷതകൾ. എ റോസ് റിംഗ് അറൌണ്ട് ദി നെക്ക്. കഴുത്തിന് ചുറ്റുമായി ഒരു റോസ് നിറമുള്ള വളയമുണ്ട്. ലേസ് എഗ്സ് ഇൻ ഹോളോസ് ഇൻ ട്രീസ്. അതുപോലെ മരത്തിന്റെ പൊത്തുകളിലാണ് ഇവ മുട്ടയിടുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് പാരറ്റിനുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ക്രെയിനിന്റെ ഒബ്സർവേഷൻ നോട്ടും കൂടി നോക്കാം. ഒബ്സർവേഷൻ നോട്ട്. നെയിം ഓഫ് ദി ബേർഡ്,
ക്രെയിൻ എന്ന് വെച്ചാൽ കൊറ്റി. പ്ലേസ് വെർ ഇറ്റ് വാസ് സീൻ, ഇത് എവിടെയാണ് കണ്ടത്? ഫീൽഡ് ബൺ, അതായത് വയൽവരമ്പ്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ, എപ്പോഴാണ് കണ്ടത്? മോർണിംഗ്, രാവിലെ. നെക്സ്റ്റ് കളർ വൈറ്റ്. ക്രൈനിന്റെ കളർ എന്താണ്? വെള്ള. ഫീച്ചേഴ്സ് ഓഫ് ദി ബീക്ക് എന്ന് വെച്ചാൽ കൊക്കിന്റെ സവിശേഷതകൾ ലോങ് ആൻഡ് ഷാർപ്പ്, നീളമേറിയതും മൂർച്ചയുള്ളതുമായ കൊക്കാണ് ക്രെയിനിൻ്റെത്. ഫീച്ചേഴ്സ് ഓഫ് ദി ലെഗ്സ്, അതുപോലെ കാലിന്റെ സവിശേഷതകൾ ലോങ് ആൻഡ് സ്ട്രോങ് ലെഗ്സ്, നീളമേറിയതും നല്ല ബലമുള്ള കാലുകളുമാണ്. ഫീച്ചേഴ്സ് ഓഫ് ദി ടെയിൽ, വാലിന്റെ സവിശേഷത ഷോർട്ട് ടെയിൽ, മറ്റു പക്ഷികളെ അപേക്ഷിച്ച് ക്രെയിനിന് ചെറിയ ടെയിലാണ് ഉള്ളത്. അതർ ഫീച്ചേഴ്സ്, മറ്റു സവിശേഷതകൾ ദി ലോങ് നെക്ക് ആൻഡ് ബീക്ക് ക്യാച്ച് പ്രേ ക്വിക്ലി, നീളമേറിയ കഴുത്തും കൊക്കും ഉള്ളത് കൊണ്ട് അവയ്ക്ക് പെട്ടെന്ന് ഇരയെ പിടിക്കാൻ കഴിയുന്നു. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ക്രെയിനിനുള്ളത്. ഇനി അടുത്തൊരു ആക്ടിവിറ്റിയാണ് ലെറ്റ്സ് കംപ്ലീറ്റ്. ഇവിടെ ബേർഡ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കി ഏത് ബേർഡാണ് അതിന് കറക്റ്റ് ആൻസർ വരുന്നത് എന്ന് നോക്കാം. ദി ലാർജസ്റ്റ് ബേർഡ്, ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും വലുത്. ദി ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്സ്, പിറകോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ്. ദ ഹൈയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി വൾച്ചർ, മലയാളത്തിലാണെങ്കിൽ കഴുകൻ. ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ, പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതൊക്കെയാണ്? ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. അതുപോലെ കിവി, പെൻഗ്വിൻ, എമു, ഈ ബേർഡ്സിനൊന്നും പറക്കാൻ കഴിയാത്ത പക്ഷികളാണ്. ദ സ്മാളസ്റ്റ് ബേർഡ്, ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ്. അപ്പോൾ ഏറ്റവും ചെറിയ പക്ഷിയും പിറകോട്ട് പറക്കാൻ കഴിയുന്നതുമായ പക്ഷിയും ഏതാണ്? ഹമ്മിങ് ബേർഡ് ആണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ പാഠഭാഗം കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പാഠത്തിന്റെ അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അതുപോലെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്